ജനിച്ച നിമിഷം തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത ഒരു കുഞ്ഞ്. അവൻ പിന്നെ ലോകം ഭയക്കുന്ന മഹായോദ്ധാവായി മാറിയ കഥയാണിത്. ജന്മം ഒരാളെ ചെറുതാക്കുമോ? അല്ല, ലോകം ഒരാളെ ചെറുതാക്കുമോ? മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ ഒരു യോദ്ധാവിന്റെ ജീവിതം തെളിയിച്ചത് ഒരു കഠിന സത്യമാണ്. ഈ കഥ ഒരു രാജകുമാരൻ്റേതല്ല, ഒരു ദൈവപുത്രൻ്റെയുമല്ല. ഈ കഥ സൂതപുത്രൻ എന്ന് വിളിക്കപ്പെട്ട കർണൻ്റേതാണ്. കുരുക്ഷേത്രം യുദ്ധഭൂമിയായപ്പോൾ പാണ്ഡവരും കൗരവരും മഹായുദ്ധത്തിനൊരുങ്ങുമ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. അവന്റെ ശക്തിയെ ശത്രുക്കൾ ഭയപ്പെട്ടു, സുഹൃത്തുക്കൾ വിശ്വസിച്ചു. പക്ഷേ ലോകം അവനെ അംഗീകരിച്ചില്ല. അവൻ കർണൻ. കർണന്റെ കഥ ജന്മത്തിൽ തന്നെ വേദനയോടെ ആരംഭിക്കുന്നു. കുന്തി, പാണ്ഡവരുടെ അമ്മ, വിവാഹത്തിനു മുൻപ് സൂര്യദേവനെ ആരാധിച്ചപ്പോൾ അവൾക്ക് ജനിച്ച കുഞ്ഞാണ് കർണൻ. എന്നാൽ സമൂഹത്തിന്റെ പേടി കാരണം അവൾ ആ കുഞ്ഞിനെ ഗംഗാനദിയിൽ ഒഴുക്കി. ഒരു ദൈവപുത്രൻ നദിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അവിടെ നിന്നാണ് കർണൻ സൂതനായത്. രഥമോടിക്കുന്ന അധിരഥനും ഭാര്യയായ രാധയും അവനെ വളർത്തി. ചെറുപ്പം മുതൽ കർണൻ ഒരേ സ്വപ്നം കണ്ടു: ഞാൻ മഹാനായ യോദ്ധാവാകും. പക്ഷേ വിദ്യാലയങ്ങളിൽ അവനെ സ്വീകരിച്ചില്ല. നിന്റെ ജാതി എന്താണ് എന്ന ചോദ്യമാണ് ആദ്യം കേട്ടത്. എന്നിട്ടും അവൻ പിന്മാറിയില്ല. പരശുരാമനിൽ നിന്ന് വിദ്യ പഠിച്ചു, സ്വന്തം ജന്മം മറച്ചുവെച്ച്. പക്ഷേ സത്യം ഒരിക്കലും ഒളിഞ്ഞിരിക്കില്ല. ഒരു ദിവസം പരശുരാമൻ അറിഞ്ഞു കർണൻ ബ്രാഹ്മണൻ അല്ലെന്ന്. അപ്പോൾ കിട്ടിയ ശാപം. യുദ്ധത്തിലെ ഏറ്റവും നിർണായക നിമിഷത്തിൽ വിദ്യ അവനെ വിട്ടുമാറും എന്നത്. എങ്കിലും കർണന്റെ ശക്തി ലോകം കണ്ടു. ദ്രൗപദിയുടെ സ്വയംവരത്തിൽ അവൻ അർജുനനെ പോലെ ലക്ഷ്യം ഭേദിച്ചു. പക്ഷേ സൂതപുത്രൻ രാജകുമാരിയെ വേണ്ട എന്ന് പറഞ്ഞ് അവനെ അപമാനിച്ചു. അവിടെ അവന്റെ ആത്മാവ് തകർന്നു. അവിടെ നിന്നാണ് ദുര്യോധനൻ അവന്റെ ജീവിതത്തിൽ പ്രവേശിച്ചത്. ദുര്യോധനൻ പറഞ്ഞു, നീ രാജാവാകണം. ഒരു നിമിഷം കൊണ്ട് കർണൻ അംഗീകാരം നേടി. അംഗരാജ്യത്തിന്റെ രാജാവ്. ആ അംഗീകാരം അവന്റെ ജീവിതം മുഴുവൻ മാറ്റി. അന്നു മുതൽ കർണൻ ദുര്യോധനനോടൊപ്പം. കാരണം ആദ്യമായി ഒരാൾ അവനെ മനുഷ്യനായി കണ്ടു. കർണൻ ദാനം ചെയ്തതിൽ ഇതിഹാസം എഴുതി. ചോദിക്കുന്നവനെ നിരാശപ്പെടുത്തരുത് എന്നതായിരുന്നു അവന്റെ നിയമം. ഇന്ദ്രൻ തന്നെ വേഷം മാറി വന്ന് അവന്റെ കവചവും കുണ്ടലവും ചോദിച്ചപ്പോൾ അവൻ അറിഞ്ഞിരുന്നു ഇത് മരണത്തിന്റെ വഴി എന്ന്. എങ്കിലും നിഷേധിച്ചില്ല. അതാണ് കർണൻ. കുരുക്ഷേത്ര യുദ്ധം. അവിടെ കർണനും അർജുനനും മുഖാമുഖം. സത്യം അവിടെ വെളിവായി. കുന്തി പറഞ്ഞു, നീ എന്റെ മകനാണ്. ഒരു നിമിഷം ലോകം നിശ്ചലമായി. പക്ഷേ കർണൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ സത്യം എന്റെ യുദ്ധം മാറ്റില്ല. അമ്മയെ ആദരിച്ചും സുഹൃത്തിനെ വഞ്ചിക്കാതെയും അവൻ തീരുമാനിച്ചു. യുദ്ധത്തിന്റെ അവസാന ദിവസം കർണന്റെ രഥചക്രം മണ്ണിൽ കുടുങ്ങി. ശാപം പ്രവർത്തിച്ചു. അവന്റെ വിദ്യ അവനെ വിട്ടുപോയി. അവൻ ആയുധമില്ലാതെ നിന്ന നിമിഷം അർജുനന്റെ അമ്പ് അവന്റെ നെഞ്ചിൽ കുത്തി. അങ്ങനെ ഒരു മഹായോദ്ധാവ് വീണു. മരണത്തിനു ശേഷം ഇന്ദ്രലോകത്ത് അവൻ സ്ഥാനം നൽകി. അവിടെ ദേവന്മാർ ചോദിച്ചു, നിനക്കെന്ത് വേണം? കർണൻ പറഞ്ഞു, എനിക്ക് വിശപ്പുണ്ട്. കാരണം ജീവിതം മുഴുവൻ അവൻ ദാനം മാത്രം ചെയ്തു. സ്വന്തം ആഗ്രഹങ്ങൾ ഒന്നും ചോദിച്ചില്ല. കർണൻ ഒരു വില്ലാളിയല്ല, അവൻ ഒരു ചോദ്യമാണ്. ജന്മം ഒരാളെ നിർണയിക്കുമോ? അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളോ? ചരിത്രം വിജയികളെ മഹാന്മാരാക്കും. പക്ഷേ കർണൻ തെളിയിച്ചത് പരാജയപ്പെട്ടവനും മഹാനാകാം എന്നതാണ്. നിങ്ങൾക്ക് ഒരിക്കൽ പോലും ലോകം നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ
കർണനെ മനസ്സിലാക്കും.